നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ മൂന്നാമത്തെ സീരീസാണ്. ഓൾറെഡി നമുക്ക് ഗെയിം ഓഫ് ത്രോൺസും നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗണും ഒന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ടൈം പീരീഡ് കുറച്ച് വ്യത്യാസമുണ്ട്. ആൻഡ് മറ്റ് സീരീസുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഭയങ്കര അധികം വേറിട്ട് നിൽക്കുന്ന ഒരു സീരീസാണ്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് എപ്പിസോഡ് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു അഡാപ്റ്റേഷൻ ആയിട്ട് തോന്നി. ഇത് ജോർജ് ആർ ആർ മാർട്ടിന് തന്നെ നമുക്കറിയാം ഗെയിം ഓഫ് ത്രോൺസും ഹൗസ് ഓഫ് ഡ്രാഗൺ ഒക്കെ തന്നെ മൂപ്പരുടെ ബുക്സിന് ബേസ് ചെയ്തിട്ടാണ്. ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഫുൾ നമ്മുടെ ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞ ബുക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിൽ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞ ബുക്ക് സീരീസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ദെൻ ഈ പറയുന്ന നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡവും ഇതേ പേരിലുള്ള മൂപ്പരുടെ ബുക്ക് സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു ഒറ്റ ബുക്കല്ല, ഒരു 3 ബുക്കാണ്. ആ 3 ചെറിയൊരു ഷോർട്ട് നോവൽസാണ്. അതിൻ്റെ 3ഉം കൂടി ഒരു കമ്പൈലേഷനാണ് ഈ ഒരു സാധനം. അതായത് 3ഉം കൂടി ഒരുമിച്ച് കുഞ്ഞു സാധനങ്ങളാണ്. ഈ ഒരു 3 സെറ്റ് ഓഫ് സ്റ്റോറീസ് ആയിരിക്കും നമ്മൾ 3 സീസണിലായിട്ട് ഇതിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ നറേഷനും ഇതിൻ്റെ സ്റ്റോറിയും വളരെ ചെറുതാണ്. മെയിൻലി 2 ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് അവരുടെ ഒരു ട്രാവലും അവരുടെ ഒരു അഡ്വഞ്ചറൊക്കെയാണ് ഇതിൽ നമുക്ക് കാണിച്ചു തരാം. ആൻഡ് ഈ സീരീസിൻ്റെ കഥ നടക്കുന്നത് എക്സാക്ട്ലി നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പും ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ഇവൻറ്റ്സിന് ശേഷം. ഹൗസ് ഓഫ് ഡ്രാഗണിൽ ഏത് വരെ പോകുമെന്ന് എനിക്കറിയില്ല. ഇവരിനിപ്പോൾ ആ ഒരു ബ്ലാക്ക് ഫയർ റിബല്യൺ വരെ കാണിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ഹൗസ് ഓഫ് ഡ്രാഗൺ എന്ന ഇവൻറ്റിൽ വെച്ച് നിർത്തുമോ എന്നും അറിയില്ല. അവിടെ വെച്ച് അതുകൊണ്ട് അതിൻ്റെ ടൈം പീരീഡ് എനിക്ക് ഇതിലെങ്ങനെയായിരിക്കും ഇതിൽ കോറിലേറ്റ് ചെയ്യുക എന്നുള്ളത് ഹൗസ് ഓഫ് ഡ്രാഗൺ കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ. എങ്കിലും ഹൗസ് ഓഫ് ഡ്രാഗൺ കഴിഞ്ഞ് ഒരു അറൗണ്ട് ഒരു 50-80 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കഥ നടക്കുക. സോ ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഡ്രാഗൺ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഫുള്ള് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു മിത്തായിരുന്നു. അത് അവർക്ക് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു ഡ്രാഗണെ കണ്ടിട്ടുള്ളൂ. അവർക്കറിയാം ഡാൻസ് ഓഫ് ഡ്രാഗൺസിൽ എല്ലാ ഡ്രാഗണും തീർന്നു, ഡ്രാഗണിൻ്റെ സ്കൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നു ഇപ്പോൾ ഡൈനേരിസിൻ്റെ ഡ്രാഗണൊക്കെ കാണുമ്പോൾ എല്ലാവരും പൊളിച്ച് ഇങ്ങനെ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഹൗസ് ഓഫ് ഡ്രാഗണിൽ അങ്ങനെയല്ല. നമ്മളിവിടെ ഈ കോഴിയും നമ്മുടെ വീടിന് മുമ്പിലും മയിലും ഈ ടർക്കി കോഴീനൊക്കെ വളർത്തില്ല, അതുപോലെയാണ് ഒരു ഡ്രാഗൺ. സോ അങ്ങനെ ഡ്രാഗൺസ് പൂണ്ട് വിളയാടിയ വെസ്റ്റ്റോസ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഒറ്റ ഡ്രാഗൺ പോലും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്രാഗൺസ് ഉണ്ടെന്നോ ബ്ലാക്ക് മാജിക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഇപ്പോൾ വൈറ്റ് വാക്കേഴ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ഇവിടെ കാണിക്കില്ല. ഇവിടെ പ്യൂർലി ഈ വെസ്റ്റ്റോസിൽ ജീവിക്കുന്ന സ്മോൾ ഫോക്സിൻ്റെയും അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ, സാധാരണ വെസ്റ്റ്റോസിൻ്റെ ലൈഫ് സ്റ്റൈലും അവരുടെ ആ ഒരു നോർമൽ ലൈഫ് എങ്ങനെയായിരിക്കും അതായിരിക്കും നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നോർമൽ ടൂർണമെൻറ്റ്സും കുറേ ടൂർണിയൊക്കെ തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ടൂർണീസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗണിൽ കണ്ടിട്ടുണ്ട്, ഈ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഈ മാർട്ടിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ടൂർണീസൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സീരീസ് മുഴുവൻ. ഇപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഈ ടൂർണീസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക, പല ടൈപ്പ് ഓഫ് ടൂർണീസ്. സോ അതിൽ ഈ ഫസ്റ്റ് സീസണിൽ നമ്മളൊരു മെയിൻ ടൂർണി കാണും. നമ്മൾ ഡങ്ക് എന്ന് പറയുന്നത് സർ ഡങ്കൺ ദി ടോൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനും ദെൻ മൂപ്പര് കണ്ടുകൂട്ടുന്നത് എഗ് എന്ന് പറഞ്ഞ വേറൊരു പയ്യൻ. ആ പയ്യൻ ആരാന്ന് ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ വഴിയെ നമുക്ക് മനസ്സിലാവും ആ ഒരു ക്യാരക്ടർ ആരാന്നുള്ളത്. നമ്മുടെ വെസ്റ്റ്റോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നാണ്. സോ ഈ 2 ക്യാരക്ടേഴ്സ് നമ്മൾ കൂട്ടിമുട്ടി നടത്തുന്ന ഒരു അഡ്വഞ്ചർ ആയിരിക്കും നമ്മൾ മെയിൻലി കാണുക. ഈ ഡങ്കൺ ദി ടോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൂപ്പരൊരു ഹെഡ്സ് നൈറ്റാണ്. ഹെഡ്സ് നൈറ്റ് പറഞ്ഞാൽ മൂപ്പരുടെ ഒരു സീനിയർ ഉണ്ട്, അല്ലെങ്കിൽ മൂപ്പര് സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു, സർ അലൻ. മൂപ്പര് നൈറ്റാണ്. ഈ ഹെഡ്സ് നൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നൈറ്റ്സിനെ പോലെയല്ലേ. ഇപ്പോൾ മറ്റേ നൈറ്റ്സൊക്കെ നമുക്കറിയാം ഏതെങ്കിലും കിങ്സ് ഗാർഡിലോ അല്ലെങ്കിൽ ഏതൊരു ലോർഡ് കമാൻഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുക. ഏതെങ്കിലും കിങ്ങിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻറ്റൈറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ നൈറ്റ്സ് എന്ന് പറയാം. അവരുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇങ്ങനെ വെറുതെ തേരാപ്പാര നടക്കില്ല. ഈ ദേശാടനം നടത്തുന്ന നൈറ്റ്സ് എന്ന് പറയില്ല, ആ രീതിക്കുള്ള ആൾക്കാരാണ്. സോ അവർക്ക് കുറേ ചീത്തപ്പേരുണ്ട്. അവരിങ്ങനെ ബാക്കിയുള്ളവരെ കൊള്ളയടിച്ചിട്ടാണ് ജീവിക്കുക, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർ ഉടായ്പ കാണിച്ചിട്ടാണ് ജീവിക്കുക, അവർ ശരിക്കും നൈറ്റ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് നൈറ്റ്സിനായിരിക്കും നമ്മൾ ഹെഡ്സ് നൈറ്റ് എന്ന് പറയുക. ആ രീതിക്കുള്ള ഒരു ഹെഡ്സ് നൈറ്റായി മാറുകയാണ് ഈ പറയുന്ന ഡങ്കൺ ദി ടോൾ അല്ലെങ്കിൽ ഡങ്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മൂപ്പരുടെ ആ ഒരു സീനിയറിനെ മൂപ്പർ കുഴിച്ചിട്ടു. ആളുടെ ആ ഒരു സ്വാഡും മറ്റേ ഷീൽഡ് എടുത്തിട്ട് പോകുന്നതോടെ മൂപ്പർ നൈറ്റായി മാറാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സീസണിൽ കാണുക. ആൻഡ് ഇതിൽ പർട്ടിക്കുലർലി ഇന്ന രീതിക്കുള്ള ഒരു നറേറ്റീവ് ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു ആന്തോളജി മോഡിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് ടൈം ലാപ്സ് വന്നിട്ടോ അല്ലെങ്കിൽ ടൈം ജമ്പ് വന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത സീസൺ കാണും. സോ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ചെറിയൊരു ജേർണി മാത്രമായിരിക്കും. പക്ഷേ ഇവരിതിന് മേക്കിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണോ മാർട്ടിൻ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമുക്ക് കിട്ടുക, അതേപോലെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രൂ എസൻസ് അവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ മെയിൻ ഇപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം, ഇതിൻ്റെ ആ ഒരു ടൈറ്റിൽ എൻട്രോ ഉണ്ടല്ലോ, നമ്മുടെ റാമിൻ ജോട്ടയുടെ ആ ഒരു ടൈറ്റിൽ ട്രാക്ക് ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഭയങ്കര അധികം ഫേമസ് ആയിട്ടുള്ള സാധനമാണ്.
അത് ഇതിൽ വന്നപ്പോൾ തന്നെ ഇതിൽ ഇടേണ്ട ആവശ്യമില്ല, ഇത് അതിന് സ്യൂട്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ഒരു വേറെ ട്രാക്കിലേക്ക് കൊണ്ടുപോകും. സോ ഇനീഷ്യലി തന്നെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ പോക്ക് എന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള ഗെയിം ഓഫ് ത്രോൺസിനെ, നമ്മൾ കണ്ടിട്ടുള്ള ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ പോലെ അത്ര സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല. ഇത് ഭയങ്കര ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു കുറച്ചൊക്കെ ഹ്യൂമർ എലിമെൻറ്റ്സ് ഒക്കെ ഉള്ള കുറച്ച് ചിരിക്കുന്ന വെസ്റ്റ്റോസിലെ ആൾക്കാരെ നമുക്കിതിൽ കാണാൻ പറ്റും. സോ കുറച്ച് ഹ്യൂമറൊക്കെ ഫിൽ ചെയ്തിട്ടുള്ളൊരു സാധനമായിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേക്കാണ്. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെയാണ് ഇപ്പോൾ ഇയാളെ ചതിക്കും, മാർട്ടിനെ ഇയാളിപ്പോൾ ഇങ്ങനെ കൊല്ലും എന്ന രീതിയിലൊന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അത് കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനല്ല ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇതിലെ ഫാൻറ്റസി എലമെൻസിനോ ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രാഗൺസിനോ ആ ഒരു എപ്പിക്കായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾക്കോ ബാറ്റിൽ സീക്വൻസുകൾക്കോ വാറുകൾക്കോ ഒന്നും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ 2 ക്യാരക്ടേഴ്സിന് മാത്രം കഥ ഇങ്ങനെ പോവായിരിക്കും. ഈ ബ്ലാക്ക് ഫയർ റെബല്യന് നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗൺസിലെ ഇവൻസിൽ അല്ലെങ്കിൽ ഫയർ ആൻഡ് ബ്ലഡ് എന്ന ബുക്ക് സീരീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഈ ബ്ലാക്ക് ഫയർ റിബല്യൻ. അതായത് നമ്മുടെ ഈ ഹൗസ് ഓഫ് ഡ്രാഗൺസിലെ ഈ ഒരു ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയില്ല, ഡ്രാഗൺസൊക്കെ മരിച്ച അതായിരിക്കും നമ്മൾ മറ്റേ കാണാൻ പോകുക. എല്ലാ ഡ്രാഗൺസും ഇവരുടെ ടാർഗേറിയൻസിനുള്ളിൽ തന്നെ ഒരു സിവിൽ വാർ വന്ന് എല്ലാ ഡ്രാഗൺസും മരിച്ചു കഴിഞ്ഞ് പിന്നെയും ടാർഗേറിയൻസ് ഒരു തരത്തിൽ ആ ഒരു അയൺ ത്രോണിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു റിബല്യൻ നടക്കും. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഫയർ റിബല്യൻ എന്ന് പറയുക. ആ ബ്ലാക്ക് ഫയർ റിബല്യൻ കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൽ ഇവൻറ്റ്സ് നടക്കും. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് അവരോടൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇതിൽ റെഫറൻസ് ചെയ്ത് പറയുക. ദെൻ ഈ ഇതിലെ ഇവൻറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ റോബർട്ട്സ് റിബല്യൻ വരെയും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഡയറക്റ്റ് ഇവൻറ്റ്സ് ഒക്കെ കാണുക. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ വേണമെങ്കിൽ റോബർട്ട്സ് റിബല്യൻ കണ്ടിട്ടില്ല. ഈ രീതിക്ക് ഇനിയും പറയാൻ ഒരുപാട് കഥകൾ ഈ വെസ്റ്റ്റോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ മാർട്ടിൻ പറഞ്ഞു വെച്ചതിൽ തന്നെ ഒരുപാട് ബാക്കിയുണ്ട്. നമുക്ക് ഈ റോബർട്ട്സ് റിബല്യനൊക്കെ നമുക്കൊരു ഐ തിങ്ക് ഒരു സീസണൊക്കെ ആയിട്ട് ഒരു മിനി സീരീസൊക്കെ ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. പൊള്ളി സാധനമായിരിക്കും. അത് കിഡിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചമാണ്. then ബ്ലാക്ക് ഫയർ റിബല്യൻ ഇതുപോലെ തന്നെ ഒരു മിനി സീരീസ് ആയിട്ട് ചെയ്യാം. ഈ രീതിക്ക് ഇവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. എന്തായാലും ഈ സാധനം ഇവരൊരു ടൈം ഫില്ലർ പോലെയാണ്. ടൈം ഫില്ലർ എന്നല്ല, ഒരു ഇടയിലുള്ള സാധനം പോലെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗൺ ഇത്ര ടൈം എടുക്കുന്നുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗൺ ഇപ്പോൾ മറ്റേത് ഇറങ്ങിയിട്ട് എത്രയോ വർഷമായി. അപ്പോൾ 3rd സീസണും ഐ തിങ്ക് 4th സീസണോടെ അവർ തീർക്കും. 4th സീസണൊക്കെ എനിക്ക് തോന്നുന്നു 2030 ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. സോ അതിനിടയിൽ ആ ഒരു വെസ്റ്റ്റോസ് ആരും മറന്നു പോകാതിരിക്കാൻ, ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ യൂണിവേഴ്സ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ നല്ലൊരു ഫില്ലറാണ്. പക്ഷേ ആൻഡ് കമ്പാരിറ്റീവ്ലി മറ്റേതുപോലെ അത്ര ബാറ്റിൽ സീക്വൻസുകളോ അത്ര ആക്ഷൻ സീക്വൻസുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്കിത് എല്ലാ വർഷവും വേണമെങ്കിൽ ഓരോ സീസൺ വെച്ച് ഇറക്കാം. ഞാൻ പറഞ്ഞ 3 സീസൺ 3 വർഷമായിട്ട് ഇറക്കാം. ഇപ്പോൾ ഓൾറെഡി മറ്റേ 2ാമത്തെ സീസണിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങേണ്ട സീരീസ് ആയിരുന്നു. 25 കുറച്ച് ഡിലേ കാരണമാണ് ഇപ്പോൾ 26 പോയത്. സ്റ്റിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അവർ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ആ ഒരു പഴയ വേൾഡിലേക്ക്, ആ ഒരു വെസ്റ്റ്റോസ് വേൾഡിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 6 എപ്പിസോഡുകൾ ഉണ്ടാവുള്ളൂ എല്ലാ സീസണും. ഫസ്റ്റ് സീസണിൽ 6 എപ്പിസോഡുള്ളൂ. അതിൽ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഓരോ എപ്പിസോഡ് ഒരു 30-40 മിനിറ്റ് റൺ ടൈം മാത്രം. സോ ഇതുവരെ നമ്മൾ കണ്ട ഏറ്റവും ചെറിയ സീരീസും ഏറ്റവും കുറഞ്ഞ റൺ ടൈമുള്ള സീരീസും ഇതായിരിക്കും. സോ പേഴ്സണലി എനിക്കിതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായി. എന്താണ് ഞാൻ വായിച്ചത് എനിക്ക് അതേപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്, കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും ബുക്കിലുണ്ടെങ്കിലും അതിനെ പരമാവധി സിമ്പിളാക്കിയിട്ട് ഒരു സീരീസിൽ കാണിച്ചിട്ടുണ്ട്. സോ അതൊന്നും ഇല്ലാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ള കഥ മാത്രം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ബാക്ക് സ്റ്റോറി കാണിച്ച വിധം എനിക്കിഷ്ടമായി. വളരെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഭയങ്കര മൈന്യൂട്ടായിട്ട് എന്നാൽ നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഒരു ബാക്ക് സ്റ്റോറി പോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ മൊത്തത്തിൽ പേഴ്സണലി എനിക്ക് ഈ സാധനം വർക്കായി, എനിക്കിഷ്ടമായത്. സോ കണ്ടവരുണ്ടെങ്കിൽ ഇതിലെ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും then ഇത് കഴിഞ്ഞിട്ട് 6 എപ്പിസോഡുകളും കഴിഞ്ഞിട്ട് നമുക്കൊരു കംപ്ലീറ്റ് സീസൺ റിവ്യൂ ആയിട്ട് വരാം. ഓരോ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഇതിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു. വേണമെന്നുണ്ടെങ്കിൽ പറയുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇത് സിമ്പിളാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗണൊക്കെ നമുക്ക് അതിൽ ഓരോ ഇവൻറ്റും അല്ലെങ്കിൽ ഓരോ സ്ഥലവും ഓരോ ക്യാരക്ടേഴ്സും അതിന് മുമ്പ് ചെയ്തു വെച്ചതും അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നതും അതിന് തൊട്ട് മുമ്പ് ചെയ്തതായിട്ട് അങ്ങനത്തെ കുറേ ഇൻ്റർലിങ്ക് ചെയ്ത് നമുക്ക് പറയാൻ കുറേ സാധനങ്ങളുണ്ട്. ഇതിനങ്ങനെയൊന്നുമില്ല. ഞാനീ പറഞ്ഞില്ല, ഇവർ കണ്ടുമുട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ പറയാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ലയണൽ ബെറാത്തിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടു. ഈ ക്യാരക്ടർ വേണമെങ്കിൽ ഇനി വരാതിരിക്കുന്ന ഇന്ന ക്യാരക്ടറിന് അങ്ങനത്തെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ അത് സ്പോയിലറാവും. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ അങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു ആ യൂണിവേഴ്സിലുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ പോയാലും ഒന്നില്ലെങ്കിൽ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ അതിൽ നമ്മൾ കാണേണ്ട
ആൾക്കാരുടെ ആൻസിസ്റ്റേഴ്സോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറും ഇപ്പോൾ നമ്മൾ മെയിൻലി ഗെയിം ഓഫ് ത്രോൺസിൽ കാണുന്ന പല ക്യാരക്ടേഴ്സിൻ്റെ മുൻഗാമികളാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. നമുക്കറിയാം, ഞാനീ പറഞ്ഞില്ല, ആ ഒരു ടൈം പീരീഡ് അങ്ങനെ ആയതുകൊണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ 6 എപ്പിസോഡുകളായിട്ട് നമുക്കൊരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് വരാം. സോ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.